അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് പറയുന്നത് നോമ്പ് തുറയെക്കുറിച്ചാണ്. പരിശുദ്ധ റമളാൻ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞ വലിയ കൂലിയുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ ചില ഹദീസുകളും വിശദീകരണങ്ങളുമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യസാലുൻ നാസു ബിഖൈരിൻ അജ്ലുൽ ഫിത്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. നിങ്ങൾ നോമ്പ് തുറക്കാൻ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ വൈകിപ്പിക്കരുത്. അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, സമയമായെന്ന് ഉറപ്പായ പെട്ടെന്ന് തന്നെ നിങ്ങൾ നോമ്പ് മുറിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ജനങ്ങൾക്ക് നന്മയല്ലാതെ വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട അത്തിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരിക്കൽ രണ്ട് സഹാബത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ പ്രിയ മാതാവേ, രണ്ട് ആളുകളുണ്ട്, അവർ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ഭിന്നിതരാണ്. എങ്ങനെ ചോദിച്ചാല്, ഒരാള് ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കും, എന്നിട്ടാണ് നിസ്കാരമുള്ളത്. മറ്റാള് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നിസ്കരിക്കും, പിന്നെയാണ് നോമ്പ് തുറക്കുന്നത് എന്നാണ് ഈ രണ്ടുപേരും ചെയ്യുന്നത്. അപ്പൊ ബീവിയോട് ചോദിച്ചു, ആരാണ് ഇതിൽ ഏറ്റവും നല്ല ആള്? ആരാണ് ഇതിന്റെ ഏറ്റവും നല്ല ആള് എന്ന് പറയുന്നത്? നോമ്പ് എടുക്കുന്നതിൽ ഏറ്റവും, നോമ്പ് തുറക്കുന്നതിൽ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് നോമ്പ് തുറക്കാറുണ്ട്. സമയമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുകയും നിസ്കാരത്തിലും അതുപോലെ തന്നെയായിരുന്നു, പെട്ടെന്ന് തന്നെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് തുറന്ന പെട്ടെന്ന് തന്നെ നോമ്പ് പെട്ടെന്ന് തുറക്കുക. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് കടക്കണം എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു പറഞ്ഞു, എന്റെ ദാസന്മാരിൽ സമയമായെന്ന് ഉറപ്പായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന ആരുണ്ടോ അവരെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്റെ ദാസന്മാരിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് ആരാന്നറിയോ? സമയമായെന്ന് ഉറപ്പായാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുന്നവരാണ് എന്ന് തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് അള്ളാഹു താല പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ സമയമായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോമ്പ് തുറന്നോളാം. അവിടെ ഒരു മാറ്റവുമില്ല. ചില ആളുകളുണ്ടാവും, നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്കിന്റെ വിഷയത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം. ചില ആളുകൾ പറഞ്ഞു, ബാങ്ക് പല ഭാഗത്തു നിന്നും കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മുടെ മഹലിൽ തന്നെ ബാങ്ക് കൊടുക്കണം, എന്നിട്ട് നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ബാങ്ക് എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. നിങ്ങൾക്ക് സമയമായി എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ, ആ സൂര്യൻ അസ്തമിച്ചു എന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. അല്ലാതെ ബാങ്ക് കൊടുത്തിട്ടേ നോമ്പ് തുറക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എൻ്റെ മഹലിൽ തന്നെ ബാങ്ക് കൊടുക്കണം അങ്ങനെയുമില്ല. സമയമായെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കണം. നിങ്ങൾ യാത്രയിലാണ്, നിങ്ങൾ ബാങ്ക് ഒന്നും കേൾക്കുന്നില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമയം സൂര്യൻ അസ്തമിച്ചു എന്ന് നിങ്ങൾക്ക് ഏകദേശം സമയം അറിയാം, അപ്പൊ നിങ്ങൾ നോമ്പ് തുറക്കണം. അല്ലാതെ ബാങ്ക് കൊടുത്താലേ നോമ്പ് തുറക്കുകയുള്ളൂ എന്ന ചിന്ത എന്ത് ചെയ്യണം? മാറ്റാം. ബാങ്ക് എന്ന് പറയുന്നത് വെറും അടയാളം മാത്രമാണ്. അതൊരു ദീനിന്റെ ഒരു അടയാളം മാത്രമാണ്. സൂര്യൻ അസ്തമിച്ചു എന്നതിന്റെ ഒരു അടയാളം മാത്രം. ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. നമ്മൾ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിൽ, സ്വഹാബത്ത് എങ്ങനെയായിരുന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു? അവര് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവര് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നോമ്പ് തുറക്കുകയും അത്താഴത്തെ പിന്തിപ്പിക്കുന്നവരുമായിരുന്നു എന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട തുർമുദി ഇമാമും ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ഒരുപാടുണ്ട് ഈ വിഷയത്തിൽ. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാനത്ത് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ നോമ്പ് തുറക്കണം. എൻ്റെ ചര്യ മുസ്ലിം സമുദായം എന്ത് ചെയ്യണം? പിൻപറ്റണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ആജ്ഞാപിച്ചു. അത് നാം മുഖവിലക്കെടുക്കണം. ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയം, എൻ്റെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ നോമ്പ് തുറക്കുന്ന സമയം പെട്ടെന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവര് ഇസ്ലാമിന്റെ യശസ്സിനെ ഉയർത്തുന്നു എന്നതാണ്. അല്ലാതെ നിങ്ങൾ നോമ്പിനെ പിന്തിപ്പിച്ചു, നോമ്പ് തുറക്കുന്നതിനെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജൂത ക്രിസ്ത്യാനികളോട് നിങ്ങൾ തുല്യമായി അവര് നോമ്പ് തുറക്കലിനെ അവർ പിന്തിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സമയമായെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കണം. അവിടെ ഒരിക്കലും പിന്തിപ്പിക്കാൻ തന്നെ പാടില്ല എന്ന് നാം
പൂർണ്ണമായും മുഖവിലക്കെടുക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.